അറിയാമല്ലോ നിനക്ക്. എന്ത് എങ്ങനെ സംഭവിച്ചാലും തെറ്റ് എനിക്കാണല്ലേ. കൈയും തമ്മിലടിച്ചാലേ ശബ്ദമുണ്ടാവൂന്ന് കരുതി ഒരു കൈ കെട്ടിവെച്ചു നോക്കി. എന്നിട്ടും വിടാൻ ഭാവമില്ല. വെറുതെ കുറ്റപ്പെടുത്തുക. സഹിക്കുന്നതിനും ഒരു അതിരുണ്ട്. നീ എന്ത് സഹിച്ചു? സഹിച്ചത് മുഴുവൻ ഞാനല്ലേ. മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞ് നീ കാണിച്ച ആഭാസം മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? പരിഷ്കാരം എന്ന് പറഞ്ഞ് നീ കാണിച്ച കോമളത്തിന് മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ആ പ്രതീക്ഷയിലുണ്ടായി. നിന്റെ ശരീരവും സൗന്ദര്യവും ഉടയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ മഹാപാപം ചെയ്തത്? അതെ, അങ്ങനെ തന്നെ എന്നെ വിശ്വസിച്ചോളൂ. എനിക്ക് വേണ്ട നിങ്ങളുടെ കുഞ്ഞിന്. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം നശിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ സമ്മതിച്ചു തന്നാൽ പിന്നെ വല്ലതും പറയാനുണ്ടോ? എന്താ ഇയാളെ പട്ടിയെ വിളിച്ചത്? പട്ടിയെ വിളിക്കേണ്ട പേരല്ലത്. ഭാരത സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനിതയുടെ പേരാണിത്. ആ പേരിട്ട് പട്ടിയെ വിളിക്കരുത്. പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം. നാളെ മുതൽ ഇവിടെ സ്വാതി എന്ന് വിളിച്ചാൽ മതി. Call this bitch സ്വാതി. എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്? പിച്ചതോ? How dare you call me a bitch? ഇപ്പൊ പുറത്തു വന്നതാണ് കോയിലകത്തെ തമ്പുരാന്റെ യഥാർത്ഥ സംസ്കാരം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. Everything ends here, okay? You want a puppet as your wife, so better get married to a stupid, idiotic village girl. ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ. എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ 1 2 ശരിയാണല്ലോ, 2 കണ്ണുണ്ട്. ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിംഗിനാണോ വിറ്റാത്തിയും കടാരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് ഞങ്ങളുടെ സൗകര്യം. ഓ, ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയില്ല. ചരക്കിറക്കാൻ ഒക്കുകയെന്ന് പറഞ്ഞാൽ? ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയില്ല. ഞങ്ങൾ ഇറക്കും. അല്ലാതെ ഞാൻ അവർക്ക് കേറ്ററക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. എങ്കിലും ഇറക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചിക്കിലിയില്ലാത്തനെ ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ. ശരി, ഇറക്കിക്കോ. എന്ത് വേണം? 4500 രൂപയാവും. അയ്യോ, 4500 രൂപയോ? പൂജ്യമൊന്നും കൂടി പോയിട്ടില്ലല്ലോ. 450 അല്ലല്ലോ? അല്ല, 4500 ഒരു പൈസ പറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല, വേറെ ആരും ഇട്ട് ഇറക്കാനും പോകുന്നില്ല. ന്യായമായിട്ടുള്ള കൂലി പറ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. എന്റെ കയ്യിൽ ആകെ 1000 രൂപയേ ഉള്ളൂ. എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ കൂടെ സഹായിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അരമണിക്കൂർ കാര്യങ്ങൾ തീർക്കാൻ തന്നെ വാന്നേ. കടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണതല്ലേ. അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലങ്ങ് ആയിക്കോട്ടെ. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. നിന്റെ തിരുവിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. ഒരുമാതിരി കുടിയന്മാരെ പോലെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നിനക്ക് നാണമില്ലടാ. ഒന്നുമില്ലെങ്കിൽ ഈ ഭവനത്തിൽ മരുമകനായിട്ട് വന്ന് കയറേണ്ടവനല്ലേ നീ? കല്യാണം കഴിച്ചെങ്കിലല്ലേ മരുമകനാകാൻ ഒക്കുള്ളൂ. കല്യാണം കഴിക്കാതെ മരുമകനാൻ ഒക്കൂ? കല്യാണം വേഗം വേണ്ടെന്ന് വെച്ചില്ലേ? അങ്ങനെ നിനക്ക് തോന്നുമ്പോ വേണോന്ന് വെക്കാനും വേണ്ടെന്ന് വെക്കാനും ഇതന്നെ പിള്ളേർ കളിയാ. ഇത് കല്യാണമാണോ പിശാചേ? അപ്പൊ അപ്പനോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ കോപ്പിലെ കല്യാണം വേണ്ടത്. അപ്പനും അവനും വേണ്ടിട്ടാ ഞാൻ ഈ കൊല കെട്ടി തുള്ളത്. ഇന്നത്തെ ആ തുള്ളാൻ നിർത്തി. എന്താ പറയാ? നീ തൊമ്മന്റെ മകനാണെങ്കിൽ തൊമ്മ പറയണ പോലെ അനുസരിക്കും. പറയടാ അവരാട്, ഈ കല്യാണം നടക്കൂന്ന് പറയടാ. എടാ, നിന്റെ അപ്പനാണ് പറയണത്. പറയാൻ അപ്പനല്ല, അപ്പനേക്കാളും വലിയ അപ്പം എന്ന് പറഞ്ഞാലും നടക്കല്ലെന്ന് പറഞ്ഞാൽ നടക്കല്ല. രണ്ട് അഭിപ്രായം വന്നാൽ തല്ലി തീരുമാനിക്കണം. നിന്റെ അഭിപ്രായം ഞാൻ മാനിക്കണമെങ്കിൽ നീ എന്നെ തല്ലി തോപ്പിക്കടാ. അടിയടാ, അടിക്കാനല്ലേ പറഞ്ഞേ? അപ്പൊ വേണ്ടപ്പാ, അടിയടാ, അടി. അപ്പൊ എന്നെ പറഞ്ഞ പ്രാന്ത് കേട്ടത്. അപ്പൊ അപ്പനും അവനും കൂടെ വേണ്ട ഞാൻ ഈ പാട് മുഴുവൻ പെടുന്ന. അപ്പൊ നീ അപ്പം പറഞ്ഞ അനുസരിക്കത്തില്ലല്ലേ? അടിയടാ. അപ്പൻ തല്ലിക്കും, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ ഇനി തോക്കാൻ പോടില്ല. അപ്പന്റെ സ്വന്തന്മാരെല്ലാം തൊടില്ല, അപ്പൻ എന്നെ ഇങ്ങനെ തല്ലണം. അതേടാ, നീയൊക്കെ എന്റെ സ്വന്തം ചോരയാണെങ്കിലല്ലേ എന്നെ അനുസരിക്കത്തുള്ളൂ. ഞാൻ നിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയല്ലേ. നീ ജയിച്ചോ? തൊമ്മൻ തോറ്റു. ഇനി തൊമ്മന് മക്കളില്ലടാ. തൊമ്മന്റെ മക്കളൊക്കെ പണ്ടേ മരിച്ചുപോയി. കർത്താവേ, ഇനി തൊമ്മൻ ഒറ്റയ്ക്ക.
തൊമ്മന് മക്കളില്ല, തൊമ്മൻ ഒറ്റയ്ക്ക, തൊമ്മന് മക്കളില്ല. മോള് അപ്പ വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണികളുടെ ശല്യമുണ്ടെന്ന്. അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണ്. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 5 ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ് നൻകെ ലാഭം കിട്ടിയ ഞാൻ എല്ലാം വിൽക്കും. 5 ലക്ഷം മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക്, ഇവന്റെ കണക്ക്. വേണ്ട, കാര്യമാക്കണ്ട. തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ, അടങ്ങ്, വിട്ടേക്ക്. തുടക്കം മുതൽ കാണാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചെയ്തേക്കാം. എന്താ വേറെ ആരെന്നെ വീഡിയോ കമ്പോണ്ട് കേട്ടോ. അവിടെ നില്ലട കാട്ടുപുളി. ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മള്ളയ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാ നിന്നെ വെട്ടി വെടി പീസാക്കും. നിനക്ക് നന്മക ಗೊತ್ತಿಲ್ಲ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೆ. ಗೊತ್ತಿಲ್ವಾ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗനെ, നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നല്ല പരിചയമുണ്ടല്ലോ അല്ലേ? പുലിയെ വെടിവെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിട്ടിയാ വെക്കാം. പിടിച്ചു നിർത്തി തരാം. പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും? നോക്കാം. എന്റെ പീലിപ്പോസെ വല്ലതും കൊടുത്ത് പറഞ്ഞു വിട്. തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം. വിചാരിച്ച പോലല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറുന്റെ അല്ലേ മോൻ? അതൻ കളഞ്ഞേക്ക്. വേണ്ട, കാക്കയുടെ ഇറച്ചി ചുട്ടാ നല്ല ജോറാ. പടാ. ഫിലിപ്പോസ് മുതലാളിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പോരെയായി ഇത്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ. അല്ല, ഇനി പുലിനെ കൊന്നിട്ടേ പോവുള്ളൂ. കൊല്ലത്തിൽ 1 or 2 തവണയെ പുലി ഇറങ്ങാറുള്ളൂ. മതി, ധൃതിയില്ല. അപ്പൊ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ? പെണ്ണുകുട്ടികളൊന്നും ഇല്ല. അപ്പൊ ഫ്രീ ആണല്ലേ? വീണടം വിഷ്ണുലോകം. ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു. ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല. ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കണമെന്നാ. പുലി ഇത്തിരി വൈകി വന്നാ മതി. അപ്പൊ ഞമ്മ നാട് നിങ്ങക്ക് പെരുത്ത് പിടിച്ചല്ലേ? ഇവിടെ നല്ല സുഖ. ചാപ്പാട്, വീട്, പിന്നെ ഇത്, പിന്നെ 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 ഇവിടത്തെ പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയാ. വക്കീലേ